നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോ സുലഭമായി കണ്ടുവരുന്ന ഒരു ദുരന്തമാണ് ഇത്. ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നപ്പോ നീയൊക്കെ കൂടെ സീനാക്കണം. നമ്മുടെ മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്യാമിയോ. എന്താ പറയാ, ഈ ഒരു ക്യാമിയോ എന്ന സംഭവം അല്ലെങ്കിൽ ഈ ഒരു ക്യാമിയോ കൾച്ചർ കാരണം വലിയ വലിയ ആക്ടേഴ്സ് വരെ സ്ക്രിപ്റ്റ് പോലും നോക്കാതെയാണ് ഓരോ സിനിമകളിൽ വന്ന് ഈ ഒരു ക്യാമിയോ റോൾസ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. സോ എന്താണ് ഈ ക്യാമിയോ? അതറിയുന്നതിന് മുമ്പ് സിനിമ, TV സീരീസ് എന്നീ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനിയും ഇതുപോലത്തെ മികച്ച വീഡിയോസുമായി ഉടനെ തന്നെ വരുന്നതാണ്. സോ ഈ ഒരു ക്യാമിയോ എന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു സിനിമയിൽ കുറച്ച് സമയത്തേക്ക് വന്ന് തല കാണിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് പോകുന്നതിനാണ് ക്യാമിയോ റോൾസ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു ക്യാമിയോ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു പരിപാടിയാണ്. കാരണം ഈ ക്യാമിയോ എന്ന് പറയുന്ന പരിപാടി സിനിമ കാണുന്ന ഓഡിയൻസിന് ഒരു ത്രില്ല് നൽകുന്നുണ്ട്. മാത്രമല്ല ഇത് ലോകമെമ്പാടും പണ്ട് മുതലേ കണ്ടുവരുന്ന പരിപാടിയാണ്. പക്ഷേ ഇപ്പോ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ക്യാമിയോ കൾച്ചർ അല്ലെങ്കിൽ ട്രെൻഡ് നമ്മുടെ മലയാള സിനിമകളിൽ വല്ലാണ്ട് ഓവർ ആവുന്നുണ്ട്. സോ ഇനിയാണ് എൻ്റെ ഒരു ചോദ്യം, വൈ ആർ ദേ ഡൂയിങ് ക്യാമിയോ? അല്ല, അൺനെസസറി ക്യാമിയോ റോൾസ്. സോ ഇതിനുള്ള ഒരു ഉത്തരം മെയിൻലി എനിക്ക് തോന്നിയത് ക്യാഷ് ഗ്രാബിന് വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ടിക്കറ്റ് വിറ്റഴിക്കാൻ. അതായത് ഒരു ഹൈ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം ഉള്ള ഒരു ആക്ടർ ഒരു പടത്തിലെ ക്യാമിയോ റോളിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അയാളെ സ്റ്റാർഡം കാരണം ആ പടത്തിന്റെ കുറച്ച് ടിക്കറ്റുകൾ വിറ്റ് പോകും. ആൻഡ് ഇറ്റ്സ് ഓക്കെ, ഈ ഒരു പരിപാടി കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ വരുന്ന ക്യാമിയോസ് മോശമാണെങ്കിൽ ആ ഒരു പടത്തിന് കിട്ടുന്ന ഹൈപ്പിനൊത്ത് വിമർശനങ്ങളും കിട്ടും. എന്താ പറയാ, ക്യാമിയോ റോൾസ് നല്ലൊരു കാര്യമാണ്, എനിക്കും ഇഷ്ടമാണ്, എപ്പോൾ അത് വല്ലപ്പോഴും വരുമ്പോൾ. അല്ലാതെ നിലവിലെ പടങ്ങളെ പോലെ എല്ലാ സിനിമകളിലും ഈ ഒരു ക്യാമിയോ റോൾസിനെ കുത്തിക്കയറ്റിയാൽ വളരെ മോശമാണ്. ഇപ്പോഴത്തെ മിക്ക സിനിമകളിലും നിലവില് ക്യാമിയോ റോൾസ് വെറുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു ക്യാമിയോ റോൾസിന്റെ പ്രശ്നം എപ്പോഴും ഇങ്ങനെ അല്ലായിരുന്നു. റിയലി ഒരു സമയമുണ്ടായിരുന്നു ക്യാമിയോ റോൾസിന് വേണ്ടി ജെന്യുവൻ എക്സൈറ്റഡും ത്രിൽഡുമായിരുന്ന ഒരു സമയം. എന്നാൽ ഇപ്പോഴോ ക്യാമിയോസ് ആർ എവറിവെയർ ഇൻ മോസ്റ്റ് ഓഫ് ദ ഫിലിംസ്. ഈവൻ ഇപ്പോൾ ഒരു സിനിമയിൽ ഈ ഒരു ക്യാമിയോ എന്നുള്ളൊരു കാര്യം രഹസ്യമായിട്ടാണ് വെച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ ഇപ്പോഴത്തെ പല സിനിമകളും അതിന്റെ അനൗൺസ്മെന്റ് നടക്കുമ്പോഴേ ഇന്ന സിനിമയിൽ ഈ ഒരു ആക്ടർ ക്യാമിയോ റോളിൽ വരുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തും. അത് വേറൊന്നിനുമല്ല, ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ. പക്ഷേ ആ ഒരു ക്യാമിയോ ആ ഒരു ഹൈപ്പിനൊത്ത് വന്നില്ലെങ്കിൽ ആ ഒരു സിനിമേനെ ഓഡിയൻസ് വിമർശിച്ച് തള്ളിക്കളയും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടറിനെക്കാളും പ്രാധാന്യം അതിലെ ക്യാമിയോസിന് നൽകാൻ ശ്രമിക്കുമ്പോഴാണ് സിനിമകൾ പാളുന്നത്. ആൻഡ് എപ്പോഴും ഈ ഒരു കാര്യം പാളണമെന്നില്ല, അത് സക്സസ് ആവാറുണ്ട്. ആൻഡ് യെസ്, ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത് ഫിലിം ചെയ്യുന്ന ആരെങ്കിലും കാണുന്നെങ്കിൽ മാക്സിമം അൺനെസസറി ആയിട്ടുള്ള ക്യാമിയോ റോൾസ് ഒഴിവാക്കുക. ക്യാമിയോസ് ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, അത് അനാവശ്യമായി കൊണ്ടുവന്ന് ഒരു സിനിമയെ നശിപ്പിക്കില്ലേ. സോ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണെന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫേവറേറ്റ് ക്യാമിയോ റോൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.